the real estate deal maker and the president IBA. അതായത് കേരളത്തിൽ ആ വലിയൊരു സംഘടന ചെറിയ സമയം കൊണ്ട് കെട്ടിപ്പടുത്ത് ഇന്ന് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒരു വൻ തരംഗമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഏവരെയും പ്രിയങ്കരനായ മിസ്റ്റർ സാബു വർഗീസ്. അദ്ദേഹത്തെ നിറകൈയിൽ നിറകൈയോട് തന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. വെൽക്കം മിസ്റ്റർ സാബു വർഗീസ്. രാവിലെ കോട്ടിടാട്ട് വന്നു, എന്നെ കോട്ടിടിച്ചു. ഞാൻ സാധാരണ പറയാറ് മനസ്സിൽ സ്വർണ്ണക്കുപ്പായ മണിഞ്ഞോളെന്ന് പറയാറ്. കോട്ടിടുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണ് കോട്ടിടുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നു, നിങ്ങൾ ബിസിനസ്സിൽ കോട്ടിടണം. രാവിലെ വന്ന് എന്നെ കണ്ട് നിങ്ങൾ ഇപ്പൊ കണ്ട രണ്ടല്ലേ അല്ലേ? അപ്പൊ കുറച്ചുകൂടി ഒരു എനർജി തോന്നിയില്ലേ നിങ്ങൾക്ക് അല്ലേ? ഞാൻ പറഞ്ഞില്ല, നിശബ്ദനായിരുന്ന് 3 വർഷക്കാലം ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ചും ഇദ്ദേഹത്തിൻ്റെ സഹോദരത്തെക്കുറിച്ച് ഞാൻ പഠിച്ചു. ഈ കമ്പനിയെ കുറിച്ച് പഠിച്ചു. ഇവർക്ക് എത്ര കേസുണ്ട്, എത്ര വിഷയങ്ങളുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. കാരണം ഞാൻ കെട്ടിപ്പടുത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ്. കാരണം ഇത്രയും ആളുകൾ, ഈ ഇരിക്കുന്ന ആളുകളിൽ ഒരു 60% ആൾക്ക് തന്നെ അറിയാം. ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ ജീവിതം മാറ്റി വെച്ച ആളല്ല. ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞാൻ പറയുന്നത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം, സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാവണം, നമുക്ക് എല്ലാവരോടും മനുഷ്യനെ സ്വീകരിക്കാൻ കഴിയണം എന്നൊക്കെ ഞാൻ പറയുമ്പോഴും നമുക്ക് പണം വേണം. റിയൽ എസ്റ്റേറ്റ് ചെയ്തിട്ട് സാമ്പത്തികമായിട്ടും ഉയർന്ന അല്ലെങ്കിൽ അടിത്തറയുള്ള ധൈര്യത്തോടു കൂടി എനിക്ക് ബാങ്കിൽ ഇത്ര ബാലൻസ് ഉണ്ട്, ഞാൻ സേഫ് ആണെന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട് അതുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ സേഫാണ്. ഞാൻ ഇന്നലെ ഇദ്ദേഹത്തിന്റെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള രാവിലെ 8 മണി മുതലുള്ള ഒരു ഓൺലൈൻ സൂം മീറ്റിംഗ് ഉണ്ട്. ആ സൂം മീറ്റിങ്ങിൽ കുറേ ദിവസങ്ങൾ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. 500-ലധികം 600-700 ആളുകൾ ഒരു സൂം മീറ്റിങ്ങിൽ ഇങ്ങനെ പങ്കെടുക്കുകയാണ്. ആ സൂം മീറ്റിങ്ങിൽ ഇദ്ദേഹം രാവിലെ ഒരു 8 മണിക്ക് സൂം മീറ്റിംഗ് സംസാരിക്കണമെങ്കിൽ 5 മണി 6 മണിയുടെ തലേദിവസം പ്രൊഫഷൻ ചെയ്യണം. ആ സമയം മുതൽ ഇദ്ദേഹം 8 മണി മുതൽ നിരന്തരമായി 10 മണി വരെ 2 മണിക്കൂർ സംസാരിക്കുന്നു. ഇത് ഇന്നലെ തുടങ്ങിയതാണ്. ഇത് കാലങ്ങളായി, അതായത് കുറേ വർഷങ്ങളായി ചെയ്യുന്നൊരു പ്രക്രിയ. നിങ്ങൾ ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ അടക്കമുള്ള, ഡോക്ടർ BP വിജയൻ അടക്കമുള്ള ഒരുപാട് എനിക്കറിയാവുന്ന മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒരുപാടുണ്ട്. നിങ്ങൾക്ക് പണം ഉണ്ടാക്കി തരുന്ന, പണം കയ്യിൽ വാങ്ങി കാണിച്ചു തരുന്ന എത്ര മോട്ടിവേഷൻ സ്പീക്കർ ഉണ്ട്? നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറയുകയും ഞാനിത് പറയാനോ, ഞാൻ ഡിസ്പ്ലേഡിന്റെ ബ്രാൻഡ് ചെയ്യണമെന്ന ആളല്ലേ. IBA എന്ന് പറഞ്ഞ് എന്റെ പ്രസ്ഥാനത്തെ ഞാൻ കണ്ട കാഴ്ചയെ ദീർഘവീക്ഷണത്തോടെ കണ്ടുവന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ഞാൻ പറഞ്ഞ 3 വർഷം എന്റെ ലൈഫ് ഞാൻ പാഴാക്കി. എനിക്ക് എടുത്തു പറയേണ്ട 2 വ്യക്തിത്വം കൂടി ഇതിനകത്ത്. കാരണം എന്നെ ശരിക്കും 3 വർഷം മുമ്പ് ഇദ്ദേഹത്തിന് എനിക്കറിയാം, ഇദ്ദേഹത്തിന്റെ മകനെ എനിക്കറിയാം. എന്നെ വന്ന് കണ്ടു, ഞങ്ങൾ സംസാരിച്ചു. പക്ഷെ അതിനുശേഷം എന്നെ നിരന്തരമായിട്ട് ബന്ധപ്പെട്ട് 2 പേരുണ്ട്, അനീഷ്, നിഷ. അപ്പൊ നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട് ഇതൊരു മണി ചെയിൻ മാർക്കറ്റിംഗ് ആണ്, MLM ആണ്. ഇതിന്റെ തലപ്പത്ത് വരുന്ന ഒരാൾക്ക്, അതായത് സാബു വർഗീസ് ഈ പറഞ്ഞ IBA എന്ന് പറഞ്ഞ ടീമിനെ മുഴുവൻ വിൽക്കുകയാണ്. ഇന്ന് കേരളത്തിൽ 47,000-ഓളം മെമ്പർമാരുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പൊ ആ സംഘടനയിലുള്ള 47,000 പേരെ ഞാൻ ഇദ്ദേഹത്തിന് വിൽക്കുകയാണ് എന്നാണ് ആൾ വിചാരിച്ചിരിക്കുന്നത്. തെറ്റാണ്. ഇന്ന് എന്റെ സംഘടനയിൽ വന്നിരിക്കുന്ന എന്റെ IBAയുടെ രക്ഷാധികാരി സുരേഷ് സാറിന്റെ ഇവിടെ, IBAയുടെ സംസ്ഥാന സെക്രട്ടറി അജാസിന്റെ ഇവിടെ, IBAയുടെ എറണാകുളം ജില്ലാ ഭാരവാഹികളുണ്ട്, 14 ജില്ലാ ഭാരവാഹികളുടെ ഇരിപ്പുണ്ട്. ഇതൊക്കെയുണ്ട്. ഇനി അങ്ങോട്ട് ബിസിനസ്സിലൂടെ വളരാൻ കഴിയുള്ളൂ. ഞാൻ കൊണ്ടുവരുന്നത്, ഞങ്ങൾ സംസാരിക്കുന്നത് റിയൽ എസ്റ്റേറ്റിനെ പറ്റിയിട്ടാണ്. റിയൽ എസ്റ്റേറ്റ് നിങ്ങൾ ഇന്നലെ വരെ ചെയ്ത കച്ചവടങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ.
നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് ശരിക്കും പക്ക റിയൽ എസ്റ്റേറ്റ് എല്ലാവർക്കും വരുമാനം. കാരണം IBA മെമ്പർമാർ റിയൽ എസ്റ്റേറ്റ് മെമ്പർമാരാണ്. ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ IBAയുടെ മെമ്പർ ആയിരിക്കണം. കാരണം ഇതിനകത്ത് എൻ്റെ IBAയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാനോ അത് മാത്രമല്ല ഉദ്ദേശം. 2 കാര്യങ്ങളാണ് ഇതിനകത്ത്. നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ചാലക ശക്തിയാണ്. കേരളത്തില്, ഇന്ത്യയില്, ലോകത്തില് ആദ്യമായിട്ടാണ് ഇൻവെസ്റ്റേഴ്സും ബിൽഡേഴ്സും ബ്രോക്കേഴ്സും ഒരുമിക്കുന്ന ഒരു സംഘടന. ആ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഞാൻ. കാരണം ഇതുണ്ടാക്കി ഞാനാണ്.